Good morning to all. Class audible ആണോ? Presentation കാണുന്നുണ്ടോ നിങ്ങൾ? ക്ലാസ് ഓഡിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്താൽ ചാറ്റിൽ. ഓക്കെ, വോയിസിന് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ, ഫൈൻ. കണ്ടിന്യൂ. സോ നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ടൈം ഹാർമോണിക് ഫീൽഡിൻ്റെ കേസായിരുന്നു. സോ ഫേസർ നൊട്ടേഷൻ്റെ കാര്യമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ നിങ്ങളിത് ചെയ്യേണ്ടത് നമുക്കൊരു ജസ്റ്റ് ഒരു പ്രോബ്ലം, നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ടാവും. ചെങ്ങിൻ്റെ ഭാഗത്ത് നിങ്ങൾ റെഫർ ചെയ്ത സമയത്ത് നിങ്ങളൊരു പ്രോബ്ലം കണ്ടിട്ടുണ്ടാവും. പ്രോബ്ലം ഇതാണ്. സോ ഇതാണ് പ്രോബ്ലം. എക്സ്പ്രസ് ജസ്റ്റ് എഴുതിയെടുത്തോളൂ, എന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ത്രീ കോസ് ഒമേഗ ടി minus 4 sin omega t as first in terms of a1 cos omega t plus phi 1 and then b part of that a2 sin omega t plus theta 2. Okay, this is theta 1, right? Okay. Theta 1 and theta 2. So question is on determine a1 comma theta 1 comma a2 then theta 2. Express 3 cos omega t minus 4 sin omega t as first a1 cos omega t plus theta 1 and then b a2 sin omega t plus theta 2. Then determine a1 theta 1 a2 and theta 2. So ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഫസ്റ്റ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് 3 cos omega t minus 4 sin omega t എന്നാണ്. സോ അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം? ഇൻ ടേംസ് ഓഫ് a1 cos omega t plus theta 1 എന്ന് പറഞ്ഞ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണം. ഓക്കെ, സോ ഫേസറിൻ്റെ നൊട്ടേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ഫേസറിൻ്റെ നൊട്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കേസിൽ ഫേസർ നൊട്ടേഷൻ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഐദർ കൊസൈൻ ആണോ സൈൻ ആണോ റെഫറൻസ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറഞ്ഞിട്ട് നമ്മുടെ ഫംഗ്ഷൻ ഫൈനലി റെപ്രസെൻ്റ് ചെയ്യുന്ന ഏത് ഫോമിലാണ്? a1 cos omega t plus theta 1 എന്ന് പറയുന്ന ഫോമിലാണ്. ദാറ്റ് മീൻസ് നമ്മളിവിടെ എടുക്കേണ്ട റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് എന്താണ്? റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് cos omega t എന്നാണ്. ഓക്കെ, cos omega t റെഫറൻസ് എടുക്കാൻ കാരണം എന്താണ്? നമ്മളിവിടെ കൺസിഡർ ചെയ്യാം, അപ്പം റിയൽ പാർട്ട് ഓഫ് ദ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ കേസിൽ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് cos omega t എടുക്കുമ്പോൾ ഇമ്പോർട്ടൻസ്. സോ ഒരു ഫേസർ നൊട്ടേഷൻ്റെ ഫോമിൽ സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുമ്പം ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഐദർ നിങ്ങൾ എന്ത് ചെയ്യണം? കോസ് ഫംഗ്ഷനോ സൈൻ ഫംഗ്ഷനോ എടുക്കണം. സോ നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്തു നമുക്ക് എന്താണ്? ഫൈനൽ പ്രൊഡക്റ്റ് കോസ് ഒമേഗ ടിൻ്റെ ഫോമിൽ ഇട്ടുണ്ട്. സോ കോസ് ഒമേഗ ടി ആണ് നമ്മുടെ റെഫറൻസ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു. കോസ് ഒമേഗ ടി ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷന് കോസ് ഒമേഗ ടിൻ്റെ ഫോമിലേക്ക് മാറ്റുക. ഇങ്ങനെ കോസ് ഒമേഗ ടിൻ്റെ ഫോമിൽ മാറ്റുക. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 3 cos omega t minus 4 sin omega t എങ്ങനെ cos omega t മാറ്റുക? can be written as cos omega t minus pi by 2. That means sin omega t is equal to cos omega t minus pi by 2 എന്ന് വരും. ഓക്കെ, സോ
സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിനെ ഫേസർ നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെ ഇതിനെ ഫേസർ നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതിനെ ഫേസർ നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 3 cos omega t നെ 3 cos omega t എന്ന് പറയുന്നതിനെ നമ്മൾ ഫേസർ നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. 3 e raised to j തീറ്റ എന്ന് അടുത്ത് വിചാരിക്കുക. j omega t എന്നാണ് നമുക്ക് എന്ത് ചെയ്യാം നോർമലി റെപ്രസെന്റേഷൻ വരിക. ഇവിടെ എന്താണ്? തീറ്റന്റെ വാല്യൂ 0 ആണ്. സോ 3 e raised to j0 e raised to j omega t എന്ന് വരും. വൈ തീറ്റ ഈക്വൽ ടു 0 ആണ് ഈ കേസ്. സോ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുക ഫേസറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഫേസറിന്റെ വാല്യൂ മാത്രം ഞാൻ പറയുകയാണെങ്കിൽ ഫേസറിന്റെ വാല്യൂ എന്താ കിട്ടുക? 3 എന്ന് കിട്ടും. ഓക്കെ, ഫേസർ നൊട്ടേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ഞാനിതിനെ നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ പോലെ ES എന്നൊക്കെ എഴുതുകയാണെങ്കിൽ ഫേസറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 e raised to j omega t എന്ന് പറഞ്ഞാൽ 3 എന്താണ്? ഓക്കെ, that means 3 e raised to j0 equal to 3. ഇതാണ് നമ്മുടെ ഫേസർ എന്ന് പറയുന്നത്. ഫേസർ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് പ്ലസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഫേസ്. ഇവിടെ ഫേസ് എന്താണ്? 0 ആണ്. സോ ഫസ്റ്റ് കേസ് കിട്ടി. what about 4 cos omega t minus pi by 2? ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. so this can be represented as 4 into ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് പറയട്ടെ, ഇത് റിയൽ പാർട്ടാണ്. ഓക്കെ, റിയൽ പാർട്ട് ഓഫ് എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, സോറി, റിയൽ പാർട്ട് ഓഫ്. ഓക്കെ, സോ ലൈക്ക് ഹിയർ ഓൾസോ റിയൽ പാർട്ട് ഓഫ് 4 e raised to j minus pi by 2 into e raised to j omega t എന്ന് വരും. ഓക്കെ, ദാറ്റ് മീൻസ് 4 e raised to minus j pi by 2 e raised to j omega t. ക്ലിയർ അല്ലേ? സോ ആ റെപ്രസെന്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് മീൻസ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4j എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 4 എന്ന് വരും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, which is equal to e raised to minus j pi by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ വാല്യൂ ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ ഇങ്ങനെ കൊടുക്കാം. e raised to I theta എന്ന് പറഞ്ഞാൽ എന്താണ്? cos theta. താഴെ എഴുതാം. ഓക്കെ, സോ ഈ ഒരു കേസിൽ e raised to I theta equal to cos theta plus I sin theta നമുക്കറിയാം. ഓക്കെ, സോ ഇവിടെ എന്താണ്? e raised to j minus pi by 2. ഓക്കെ, ഇറ്റ് മീൻസ് cos minus pi by 2 plus j sin minus pi by 2 എന്ന് വരും. which is this value will be 0, then you will be having j sin pi by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലേ? സോ 0 plus j എന്ന് വരും. ദാറ്റ് മീൻസ് ഈ ഒരു കേസിൽ എന്താ നമുക്ക് എഴുതാം? 4 into j e raised to j omega t എന്ന് വരും. ദാറ്റ് മീൻസ് j 4 e raised to j omega t. ക്ലിയർ ആണോ? സോ ആ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല ഇൻ ബിറ്റ്വീൻ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. ഇനി നമ്മളെ ചാറ്റ് ചിലപ്പോൾ കാണില്ല, ഞാൻ പ്രസൻറ്റേഷൻ മോഡിലായതുകൊണ്ട്. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, സോ 4 cos omega t എന്ന് പറയുന്നതാണ് മൈനസ് പൈ ബൈ 2 ഈ ഫോമിൽ എഴുതി. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? 3 cos omega t minus 4 sin omega t. That means 3 cos omega t minus 4 cos omega t minus pi by 2. Okay, pi by 2 which is equal to നമ്മുടെ ഫേസർ ഫോം ചെയ്താണെങ്കിൽ 3 e raised to j omega t minus j4. Okay, minus j4 എന്ന് വരും.
ഓക്കെ സോറി, ഇവിടെ ഒരു മൈനസ് വാല്യൂ ഉണ്ടാവേ. ഓക്കെ സോറി, ഇത് മൈനസ് ജെ ആണ് വരിക. ഓക്കെ മൈനസ് ജെ ആണ് വരിക. സോ ദാറ്റ് മീൻസ് മൈനസ് ജെ ഫോർ. സോറി മൈനസ് ജെ ഫോർ. ഓക്കെ മൈനസ് ജെ ഫോർ വരും. സോ ഇതെന്ത് ചെയ്യും, പ്ലസ് ജെ ഫോർ എന്ന് വരും. ഓക്കെ സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ഒരു ഫോമിനെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫോമിൽ ചെയ്താണെങ്കിൽ ഫർദർ ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് 5 ഇൻറ്റു ഇ റേസ് ടു ടാൻ്റെ ഫോമിൽ ചെയ്താണെങ്കിൽ ഇ റേസ് ടു ഐ ടാൻ ഇൻവേഴ്സ് ഓക്കെ 4/3 എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു ഓക്കെ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് വരും. എന്താണ് 5 ഈ ടാൻ ഇൻവേഴ്സ് 4/3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പർ z ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞാൽ, അതായത് ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. സോ തീറ്റ നമ്മൾ എങ്ങനെ കിട്ടുക, വിച്ച് ഈസ് ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്. ഇത് എന്താണ് y വാല്യൂ, നിങ്ങൾ ഏതാണ് y വാല്യൂ എന്ന് പറഞ്ഞതാണ് വിത്ത് കോംപ്ലക്സ് അയോട്ടൻ്റെ കൂടെയുള്ള വാല്യൂ y, ദെൻ ദിസ് ഈസ് എക്സ്. ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റ കിട്ടും. സോ 5 ഇ റേസ് ടു ഐ തീറ്റ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ സോ ഇങ്ങനെ എഴുതുന്നതിനുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ തീറ്റൻ്റെ വാല്യൂ എന്ത് ചെയ്യാം ഈ കേസിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ വിച്ച് മീൻസ് ഇ റേസ് ടു ഐ ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 എന്നുള്ള എത്ര വരികയാണ്, ഓൾമോസ്റ്റ് അതിൻ്റെ വാല്യൂ വരിക 53.1 ഡിഗ്രിയാണ് വരിക. ഓക്കെ 53.1 ഡിഗ്രിയാണ് ഇതിൻ്റെ വാല്യൂ വരിക. ഓക്കെ സോ ഇങ്ങനെയാണെങ്കിൽ സോ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് വരും. ഓക്കെ സോ ഞാൻ ഇതിനെ ഫർദർ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഫോമിൽ ചെയ്താണെങ്കിൽ 5 കോസ് ഒമേഗ ടി ഓക്കെ പ്ലസ് 53.1 ഡിഗ്രി എന്നുള്ള ഫോമിലാണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ വരിക. ഓക്കെ നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, a1 കോസ് ഒമേഗ ടി പ്ലസ് θ1 എന്ന ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആ റെപ്രസെൻറ്റ് ചെയ്ത ഫോമാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ക്ലിയർ ആണോ? സോ ഇതിൽ a1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, a1 ഈക്വൽ ടു 5. ഓക്കെ θ1 ഈക്വൽ ടു എന്താണ് 53.1 ഡിഗ്രി. ദാറ്റ് മീൻസ് റേഡിയൽ കൊടുക്കുകയാണെങ്കിൽ 0.927 റാഡ്. സോ ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ സോ ഇതേപോലെ നിങ്ങൾ സെക്കൻഡ് പാർട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. സൈൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ചെയ്ത് നോക്കുക. സൈൻ ഓഫ് ടി എന്ന് പറയുന്ന കേസ് ബി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് 3 കോസ് ഒമേഗ ടി മൈനസ് 4 സൈൻ ഒമേഗ ടിനെ നമുക്ക് ഏത് ഫോം റെപ്രസെൻറ്റ് ചെയ്യണം, a2 സൈൻ ഒമേഗ ടി പ്ലസ് θ2 എന്നുള്ള ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. സോ ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് എന്താണ്, റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ സൈൻ ഒമേഗ ടി ആയിട്ട് റെഫറൻസ് എടുക്കാൻ കാരണം കോസിന് എന്ത് ചെയ്യണം, കോസ് ഒമേഗ ടി നമുക്ക് കൺവേർട്ട് ചെയ്യണം. കോസ് ഒമേഗ ടി ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് 5/2. ഓക്കെ സോ നമ്മളെ ഇക്വേഷൻ കൺവേർട്ട് ചെയ്തിട്ട് 3 സൈൻ ഒമേഗ ടി പ്ലസ് 5/2 മൈനസ് 4 സൈൻ ഒമേഗ. സോ ഈ റെപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫേസർ ഫോമിൽ ചെയ്താണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം, 3 ഇ റേസ് ടു ജെ π/2 okay 3 e raised to j π/2, then minus 4 will come, minus 4 വരും into e raised to j omega t എന്നുള്ള ഫോമിലായിരിക്കും റെപ്രസെൻറ്റേഷൻ വരിക.
സോ ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ നേരത്തെ റെഡ്യൂസ് ചെയ്ത പോലെ e raised to j pi by 2 റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 3j minus 4 ഓക്കെ raised to e raised to j omega t എന്ന് വരും. ഓക്കെ, സോ ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാം, ഇമാജിനറി വാല്യൂ ഇവിടെ നമുക്ക് ഈ കണ്ടെത്തിയൊക്കെ ഇമാജിനറി വാല്യൂ ആണ്, കാരണം സൈൻ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ ഇമാജിനറി ഓഫ് 3 raised to j pi by 2 എന്ന് എഴുതാം. സോ വിച്ച് മീൻസ് ഇതിൻ്റെ വാല്യൂ എന്താ വരിക, 3j minus 4 ആണ്. ദാറ്റ് മീൻസ് തീറ്റൻ്റെ വാല്യൂ എന്താ വരിക, 5 into tan inverse 3 by minus 4 വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 5 into e raised to j 143.1 ഡിഗ്രി എന്ന് വരും. ഓക്കെ, സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് a2 sin omega t plus theta 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ b equal to 5 sin omega t. ഓക്കെ, ഇത് നമ്മൾ സൈൻ ഒമേഗ ടിൻ്റെ ഫോമിൽ എഴുതി, പ്ലസ് 143.1 ഡിഗ്രി എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, വേർ a2 equal to 5 and theta 2 equal to 143.1 degree, which is equal to 2.5 rad. Okay, clear ആണോ? ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ക്ലിയർ ആണ്? എവിടെയെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, കാരണം ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് അണ്ടർസ്റ്റാൻഡ്. ബേസിക്കലി ഈ രണ്ട് റെപ്രസെൻറ്റേഷനും സെയിം തന്നെയാണ്. ഈ ഒരു റെപ്രസെൻറ്റേഷൻ 2 എന്ന് പറഞ്ഞ ഈ റെപ്രസെൻറ്റേഷനും അതേപോലെ നമ്മൾ എഴുതിയിട്ടുള്ളത്, നമ്മൾ ഒന്നിനെ എന്ത് ചെയ്തു, കൊസൈൻ്റെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തു, ഈ ഒരു 1 എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷനും ആക്ച്വൽ കേസിൽ എന്താണ്, സെയിം ആണ്. നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഈ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഒന്ന് കൊസൈൻ റെഫറൻസ് ആയിട്ടാണ്, സെക്കൻഡ് കേസിൽ നമ്മൾ എന്താണ്, സൈൻ റെഫറൻസ് ആയിട്ടാണ് നമ്മളതിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആക്ച്വൽ കേസിൽ രണ്ടും ഡിനോട്ട് ചെയ്യുന്ന ഒരു സെയിം വേവിനെ വിത്ത് സെയിം ഫോർമാറ്റ് തന്നെയാണ്. സോ ആർക്കെങ്കിലും ഈ ഭാഗത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ചാറ്റ് ചെയ്തോളൂ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ചാറ്റ് ചെയ്യാം. ക്ലിയർ ആണോ ഈ ഡിസ്കഷൻ? ഇതാരും റെസ്പോണ്ട് ചെയ്യാതെ, ചാറ്റിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ ചെയ്തിട്ടുള്ള ടൈം ഹാർമോണിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഇക്വേഷൻ അല്ലെങ്കിൽ വേവിനെയാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. സോ ഈ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ഹാർമോണിക് ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ടൈം ഹാർമോണിക് electromagnetics. ഓക്കെ, ടൈം ഹാർമോണിക് ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്നാണ്. ഓക്കെ,
ടൈം ഹാർമോണിക് ഇലക്ട്രോമാഗ്നറ്റിക്സ്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ഇ എക്സ് വൈ സെഡ് ടി. നൗ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ടി ഓൾസോ. കാരണം എന്താണ്? ടൈം ഹാർമോണിക് എന്ന് വെച്ചാൽ എന്താണ്? ടൈം വാരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ വരുന്നത്. സോ നമ്മളതിനെ ഫേസർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിയൽ പാർട്ട് ഓഫ് ഇ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയി കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഒരു ഫേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊരു ഫേസർ നൊട്ടേഷൻ്റെ ഫോമാണ്. ഫേസർ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് പ്ലസ് അതിൻ്റെ ഫേസിൻ്റെ ഇൻഫർമേഷൻസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആ ചെറിയ എലമെൻറ്റിനെയാണ് നമ്മൾ ഫേസർ എന്ന് പറഞ്ഞാൽ, വിച്ച് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആണ് ഫേസറിൻ്റെ കേസ്. ഓക്കെ, സോ ഈ ഒരു ചെറിയ നോഷൻ റിയൽ പാർട്ട് ഓഫ് ഇ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മാത്രം പറയുകയാണെങ്കിൽ അതിനാണ് നമ്മളതിനെ ഫേസർ എന്ന് പറയാം. ഓക്കെ, സോ വിച്ച് ഹാവിങ് ഇൻഫർമേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് പ്ലസ് ഫേസ്. ദെൻ ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി സ്റ്റാൻഡ് ചെയ്യുന്ന ടേമാണ്. ഓക്കെ, സോ നമ്മളൊരു ടൈം വാരിങ് ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്തു? ഒരു വെക്റ്റർ ഫേസ് ആയിട്ട് എന്ത് ചെയ്തു? നമുക്കതിനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ ഇ റേസ് ടു എക്സ് വൈ സെഡ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇ റേസ് ടു എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫോമിൽ എഴുതിയ റിയൽ പാർട്ട് ഓഫ് ഇ എക്സ് വൈ സെഡ് ഇ റേസ് ടു ജെ ഒമേഗ ടി. സോ വാട്ട് അബൌട്ട് ഡോ ഇ ബൈ ഡോ ടി? ഈ കേസിൽ ഡോ ഇ ബൈ ഡോ ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താ വരിക? That means dou E x y z comma t divided by dou t equal to how it will be? So ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? സോറി, സോ ഈ ഒരു കേസിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നതാണ് ഇ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഓൺലി ഇ റേസ് ടു ജെ ഒമേഗ ടി ആണ്. സോ ഇ റേസ് ടു ജെ ഒമേഗ ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ജെ ഒമേഗ ഇ എക്സ് വൈ സെഡ് ടി എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ് വരിക. റൈറ്റ് അല്ലേ? ഓക്കെ, ജെ ഒമേഗ ഇ റേസ് ടു എക്സ് വൈ സെഡ് ടി എന്നാണ് വരിക. ദാറ്റ് മീൻസ് ഇ എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, then what about integrating on that? Integrating e x y z t dt, what will be the resultant value? You will be getting e x y z t divided by j omega ആണ് നമ്മൾ എന്താണ് ബേസിക്കലി ചെയ്യുന്നത്? ഈ ഒരു ഇ റേസ് ടു ജെ ഒമേഗ ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കേസിലാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഈ കേസിലാണെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ആ ഇൻ്റഗ്രേറ്റ് ചെയ്തതിൻ്റെ കണ്ടീഷനാണ് നമുക്കിന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെ നിങ്ങൾ ഹയർ ഓർഡറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ജെ ഒമേഗ ഇപ്പം ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ജെ ഒമേഗ സ്ക്വയർ എന്നത് റിപ്പീറ്റ് ചെയ്യും. റൈറ്റ്? സോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജെ ഒമേഗ സ്ക്വയർ ഇ എക്സ് വൈ സെഡ് ടി എന്ന് വരിക. അതേപോലെ തന്നെ ഈ കേസിലാണെങ്കിൽ എന്താ വരിക? വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മീൻസ് എന്താണ്? ജെ ഒമേഗൻ്റെ സ്ക്വയർ എടുക്കുക എന്നാണ് അർത്ഥം വരിക. സോ ജെ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് -1 അല്ലേ? സോ -1 ജെ എന്ന് പറഞ്ഞാൽ റൂട്ട് -1 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഇ എക്സ്. ഞാനിപ്പോൾ ഇ എക്സ് എന്ന് എഴുതുന്നില്ല, മൈനസ് ഒമേഗ സ്ക്വയർ ഇ എന്ന് വരും. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊരു ഫംഗ്ഷനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. സോ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം മാക്സ്വെലിൻ്റെ ഇക്വേഷൻസ്. മാക്സ്വെലിൻ്റെ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നു? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ എച്ച് ബൈ കെ ഡോ ടി ഇൻറ്റു മ്യൂ. റൈറ്റ്? അതുപോലെ തന്നെ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. Okay, then del dot t equal to
ഞാനിവിടെ പറയുന്നത് സോഴ്സ് ഫ്രീ അല്ല, സോഴ്സ് ഉള്ള ഇക്വേഷൻ ആണ്. സോ ദാറ്റ് മീൻസ് എപ്സിലോൺ then del dot h is equal to 0. So ഇതിനെ നമ്മൾ ടൈം ഹാർമോണിക് ഫോമിൽ എഴുതുകയാണെങ്കിൽ how the representation will be? The representation will be del cross E equal to minus mu dou h by dot നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഫോമിൽ എടുക്കുകയാണെന്ന് വെച്ചോ. dou h by dot ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ സോ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടാം, j ഒമേഗ എച്ച് വരും അല്ലേ. അതുപോലെ തന്നെ സോ ജെ ഒമേഗ എച്ച് വരും. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെ ഒമേഗ എച്ച് എന്ന് എഴുതാം. ഇവിടെ എന്താണ് ബേസിക്കലി ഡോ എച്ച് ബൈ ഡോട്ട് ആണ് എടുക്കുന്നത്. ഡോ എച്ച് ബൈ ഡോട്ട് എച്ച് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എച്ച് എക്സ് വൈ സെഡ് ടി ഇ റേസ് ടു ജെ ഒമേഗ ടി എന്ന് എഴുതുകയാണെങ്കിൽ നമ്മളെ ഡോ എച്ച് ബൈ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, ജെ ഒമേഗ എച്ച് എന്നാ വരിക. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് മ്യൂ ജെ ഒമേഗ എച്ച് എന്ന് വരും. അതേപോലെ ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ജെ പ്ലസ് ഡിക്ക് എപ്സിലോൺ ഇ എന്ന് കൊടുത്തു എന്നിരിക്കാം, ഡിക്ക് എപ്സിലോൺ ഇ എന്ന് കൊടുത്തു എന്നിരിക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡോ ഇ ബൈ ഡോട്ട് വരും. ഡോ ഇ ബൈ ഡോട്ട് എന്താ വരിക, ജെ ഒമേഗ ഇ വരും. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ വാട്ട് വി ഹാവ്, ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ, ഇതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡെൽ ഡോട്ട് എച്ച് ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ടൈം ഹാർമോണിക് മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയാം. ടൈം ഹാർമോണിക് മാക്സ്വെൽ ഇക്വേഷൻ. ഓക്കെ, ടൈം ഹാർമോണിക് മാക്സ്വെൽ ഇക്വേഷൻ കിട്ടി. ക്ലിയർ ആണല്ലോ എങ്ങനെ മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്താണ്, ഇ എച്ച് എന്ന് പറയുന്നുണ്ട്, സോഴ്സ് ഫ്രീ അല്ലാത്തതുകൊണ്ട് റോയും ജെയും എന്താണ് നോൺ സീറോ ആണ്. ഓക്കെ, സോ അതുപോലെ ഇ ആൻഡ് എച്ചിന്റെ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിപ്പം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഫേസർ നൊട്ടേഷന്റെ ഈ ഒരു ഫോം വെച്ചിട്ട് എന്ത് ചെയ്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മാക്സ്വെൽ ഇക്വേഷൻ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ടൈം വാരിങ് മാക്സ്വെൽ ഇക്വേഷനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു റെപ്രസെന്റ് ചെയ്തതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കണ്ടത്. ഇതാണ് ടൈം ഹാർമോണിക് മാക്സ്വെൽ ഇക്വേഷൻ. ഇനി ടൈം ഹാർമോണിക് വേവ് ഇക്വേഷൻ എന്താണ്? ഓക്കെ, നമ്മൾ നോക്കാം ടൈം ഹാർമോണിക് വേവ് ഇക്വേഷൻ എങ്ങനെ വരാം. നമ്മൾ വേവ് ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ഡെൽ സ്ക്വയർ v minus mu epsilon dou square v by dot t square equal to minus rho by epsilon. ഓക്കെ, സോ ഇതിൽ v എന്നുള്ള കേസിൽ നമ്മൾ v x y z t e raised to j omega t എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, in terms of del square v minus mu epsilon ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിനെനിക്ക് one second. ഈ ഇക്വേഷനെ നമുക്ക് ഡെൽ സ്ക്വയർ വി പ്ലസ് കെ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ എന്ന് എഴുതാം. ഇതെങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ റൂട്ട് മ്യൂ എപ്സിലോൺ എന്നാണ്. ഓക്കെ, ദാറ്റ് മീൻസ് 1/u എന്ന് പറയുന്നത്. 1/u എന്ന് കൊടുക്കാൻ കാരണം എന്താണ്, നമ്മൾ u ഈക്വൽ ടു 1/mu എപ്സിലോൺ ഇ എന്ന് പറയുന്നതാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ എങ്ങനെയാണ് ഇത് നമുക്ക് ആക്ച്വൽ ഫോമിൽ എങ്ങനെ വരിക, ഇവിടെ
ഡെൽ സ്ക്വയർ വി എന്നുള്ളത് എന്ത് വരും? ഡെൽ സ്ക്വയർ വി മൈനസ് മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് വരാം മൈനസ്. ഓക്കെ, കാരണം എന്താണ് ഈ ഡോൾ സ്ക്വയർ ബൈ വി ബൈ ഡോട്ട് ടി സ്ക്വയർ നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ജെ ഒമേഗ സ്ക്വയർ വരും. ജെ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞതാണ് ബേസിക്കലി ഡോ സ്ക്വയർ വി ബൈ ഡോട്ട് ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ഒമേഗ സ്ക്വയർ വി എന്ന് വരും. ദാറ്റ് മീൻസ് മൈനസ് ഒമേഗ സ്ക്വയർ വി എന്ന് വരും. സോ ദാറ്റ് മീൻസ് ഇവിടെ മൈനസ് ഉണ്ട്. സോ മൈനസും മൈനസും പ്ലസ് ആയി. ദെൻ വാട്ട് വി ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ ഒമേഗ ഇ ഒമേഗ സ്ക്വയർ എന്താണ്? ഒമേഗ റൂട്ട് മ്യൂ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ആണ്. സോ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കെ സ്ക്വയർ എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടും ഒമേഗ മ്യൂ ഇ എന്ന്. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെൽ സ്ക്വയർ വി പ്ലസ് കെ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ എന്ന് എഴുതിയിട്ടുള്ളത്. സോ ഇതാണ് ടൈം ഹാർമോണിക് വേവ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു സ്കേലാർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൗ ഇറ്റ് വിൽ ബി ഫോർ വെക്ടർ പൊട്ടൻഷ്യൽ? ഡെൽ സ്ക്വയർ എ മൈനസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എ ബൈ ഡോട്ട് ടി സ്ക്വയർ ഈക്വൽ ടു മ്യൂ ജെ അല്ലേ, മൈനസ് മ്യൂ ജെ ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൽ സ്ക്വയർ എ ബൈ ഡോട്ട് ടി സ്ക്വയർ എന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ എ എന്ന് വരും. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുമ്പോൾ ഡെൽ സ്ക്വയർ എ മൈനസ് മ്യൂ എപ്സിലോൺ മൈനസ് ഒമേഗ സ്ക്വയർ എ എന്ന് വരും. ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ ജെ, ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ എ പ്ലസ് മ്യൂ എപ്സിലോൺ ഒമേഗ സ്ക്വയർ എ ഈക്വൽ ടു minus mu j. Then if you substitute k equal to omega root mu e, k square equal to omega square mu epsilon. Okay, then it will be del square a plus k square omega square, sorry, k square a equal to minus mu j എന്ന് വരും. So ഇതാണ് ടൈം ഹാർമോണിക് vector wave equation. ഓക്കെ, സോ കെ എന്ന് പറയുന്നത് എന്താണ്? വേവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് നമ്പർ ആണ്. ഓക്കെ ഓക്കെ, സോ ദെൻ വാട്ട് അബൌട്ട് ഇതെന്താണ്? ഒരു നോൺ ഹോമോജീനിയസ് വേവ് ഇക്വേഷൻ ആണ്. ഓക്കെ, എന്താണ് ഇവിടെ നോൺ സീറോ ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ. സോ ഇതാണ് ഒരു നോൺ ഹോമോജീനിയസ് കൂടെയാണ്. സോറി, ദാറ്റ് ടു ബി മെൻഷൻ, നോൺ ഹോമോജീനിയസ്. ഓക്കെ, സോ ഇത് തന്നെ ഹോമോജീനിയസിന്റെ കേസ് എന്തായിരിക്കും? ഡെൽ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കും. ഏതിന്റെ കേസിൽ? ഹോമോജീനിയസ് വേവിന്റെ കേസിൽ. ടൈം ഹാർമോണിക്. ഓക്കെ, ഇതുപോലെ തന്നെ ഡെൽ സ്ക്വയർ വി പ്ലസ് കെ സ്ക്വയർ വി ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്കറിയാം ലോറൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ലോറൻസ് കണ്ടീഷൻ എന്തായിരുന്നു? ഡെൽ ഡോട്ട് എ ഈക്വൽസ് ടു L dot A equal to minus mu epsilon dou V by dou T എന്നുള്ളതായിരുന്നു എന്താണ്? ലോറൻസ് കണ്ടീഷൻ ഫോർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. സോ ഈ ഒരു കേസിൽ നമ്മൾ ഡെൽ ഡോട്ട് എ പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ വി ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് എഴുതുകയാണെങ്കിൽ, നമ്മൾ അതിന് ടൈം ഹാർമോണിക് ഫീൽഡ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എ പ്ലസ് ഇവിടെ എന്താണ്? ഡോ വി ബൈ ഡോ ടി ആണ്. എന്താണ്? നമുക്ക് ജെ ഒമേഗ മ്യൂ എപ്സിലോൺ ഡോ വി ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോ ഇതിനെ നമ്മൾ ലോറൻസ് കണ്ടീഷൻ ഇൻ ഫേസർ ഫോർമേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ
സ്കേലാർ പൊട്ടൻഷ്യലിനെ ടൈം ഹാർമോണിക് ഫ്രെയിമിൽ ചെയ്താണെങ്കിൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് V of r is equal to 1 by 4 pi epsilon V rho e raised to minus jk dot r divided by r dv dash എന്ന് വരും. അതുപോലെ തന്നെ A of r എന്ന് പറയുന്നത് അതായത് വെക്ടർ പൊട്ടൻഷ്യലിനെ mu by 4 pi v dash, okay, v dash j e raised to jk dot r divided by r dv dash എന്ന് വരും. ഈ കേസിൽ ഇത് വോൾട്ട് ആണ്. ഇത് എന്താണ്? വെബർ പെർ മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ്. സോ ഇത്രയാണ് ടൈം ഹാർമോണിക് വേവ് ഫംഗ്ഷന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു ജെ കെ ആർ, ഇ റേസ് ടു മൈനസ് ജെ കെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ജെ കെ ആർ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 1 മൈനസ് ജെ കെ ആർ പ്ലസ് കെ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2 എന്ന ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കെ എന്ന് പറയുന്നതിന് മുമ്പ് ലാംഡ ഈക്വൽ ടു എന്താണ്? യു ബൈ എഫ് ആണ്. എന്താണ്? വെലോസിറ്റി ബൈ ഫ്രീക്വൻസി ആണ് എന്താണ് ലാംഡ എന്ന് പറയുന്നത്. സോ കെ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? 2 പൈ എഫ് ബൈ യു ആണ്. ദാറ്റ് മീൻസ് 2 പൈ ബൈ ലാംഡ. കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? വേവ് നമ്പർ എന്ന് പറഞ്ഞു. സോ കെ ആർ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 2 pi r divided by lambda, which is always less than 1. So r എന്ന് പറയുന്ന വാല്യൂ കമ്പയർ ടു ലാംഡനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ നമുക്കതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് 1 എന്ന് പറയാൻ പറ്റും. സോ ഈ ഒരു ഫോർമുലേഷൻ നമ്മൾ യൂസ് ചെയ്യും. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കെ ആർ ഈക്വൽ ടു 2 pi r by lambda വേർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഫോർമുലേഷൻ നമുക്ക് പിന്നീട് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഞാൻ പറയാം. സോ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം? വേവ് നമ്പറിനെ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി, ഓക്കെ, യു എന്ന് പറയുന്നത് ഇവിടെ വെലോസിറ്റി ആണ്. വെലോസിറ്റി പ്ലസ് എന്താണ് എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസിൻ്റെ ടേമിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്ത് ഫേസർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് due to time harmonic charge and current distribution പറയുകയാണെങ്കിൽ നമുക്കതിന് സൊല്യൂഷൻ കിട്ടുക. അതിന് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് find the phasor of V of r and A of r. Okay, then നമുക്കറിയാം എന്താണ്? find E of r equal to minus del v minus j omega a എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. j omega എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ എ ബൈ ഡോ ടി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ബി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ക്രോസ് എ എന്ന് പറഞ്ഞാൽ. അതായത് എ ഓഫ് ആർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. ദെൻ ഫൈൻഡ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ഇ ഓഫ് ആർ ടി ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇ ഓഫ് ആർ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി എടുത്താൽ നമുക്ക് അതിന് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. അതുപോലെ തന്നെ ബി ഓഫ് ആർ ടി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? നമുക്ക് റിയൽ പാർട്ട് ഓഫ് ബി ഓഫ് ആർ ഇ റേസ് ടു ജെ ഒമേഗ ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂം കിട്ടി.
for cosine reference. Okay. ഓക്കെ, സോ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പൊട്ടൻഷ്യൽസ് ഗിവൺ ആണെങ്കിൽ വി ഓഫ് ആർ എന്ന് പറഞ്ഞ സ്കേലാർ പൊട്ടൻഷ്യലോ അല്ലെങ്കിൽ എ ഓഫ് ആർ എന്ന് പറഞ്ഞ വെക്ടർ പൊട്ടൻഷ്യലോ ഗിവൺ ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിംഗ്ലി അത് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ഇവിടെ ഗിവൺ ആണ്, ജെ ഒമേഗ എ എന്ന് പറഞ്ഞതാണ് ഡോ എ ബൈ ഡോ ടി ആണ്. സോ ആ ഒരു വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, ജെ ഒമേഗ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഇലക്ട്രിക് ഫീൽഡ് ഐഡന്റിഫൈ ചെയ്തു. ദെൻ ബി ഓഫ് ആർ കാണാൻ നമുക്കറിയാം കേൾ ഓഫ് എ വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾ ഓഫ് എ വെക്ടർ പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബി ഓഫ് ആർ കിട്ടും. ഓക്കെ, ആ ബി ഓഫ് ആറും ഇ ഓഫ് ആറും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ടൈം റെപ്രസെന്റ് ചെയ്യുന്ന ടൈം വാരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഈ ഒരു ടേമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ആർ എന്താണെന്നാണ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ കോർഡിനേറ്റ്. ഓക്കെ, സോ ആ ഒരു കോർഡിനേറ്റിന്റെ റെപ്രസെന്റേഷനിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇന്ന് ചെയ്തിട്ടുള്ളത് ബേസിക്കലി നമ്മൾ ആ പ്രോബ്ലം ചെയ്തു വിത്ത് ഫേസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ദെൻ ഫോളോഡ് ബൈ നമ്മൾ എന്ത് ചെയ്തു, ടൈം ഹാർമോണിക് റെപ്രസെൻറ്റേഷനിൽ ടൈം ഹാർമോണിക് ഫോമിൽ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് മാക്സ്വെൽ ഇക്വേഷൻസ്, അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ലോറൻസ് കണ്ടീഷൻസ്, വേവ് ഇക്വേഷൻസ്, ദെൻ വെക്ടർ പൊട്ടൻഷ്യൽ, സ്കെലാർ പൊട്ടൻഷ്യൽ, ദെൻ ഫൈനലി വെക്ടർ പൊട്ടൻഷ്യലും സ്കെലാർ പൊട്ടൻഷ്യലും ഗിവൺ ആണെങ്കിൽ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഈ ഭാഗം ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ചാറ്റിൽ പറയാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. സോ അതാണ് ഇന്നത്തെ സെഷൻ. ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഡൗട്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാം.